മലപ്പുറം വട്ടപ്പാറയിലാണ്. വട്ടപ്പാറയിൽ വീണ്ടും വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം ഇത്രയും ഭാഗത്തേക്ക് ഇങ്ങനെ വർക്കുകളൊന്നും കഴിഞ്ഞിട്ടില്ല. ടാറിങ് ഇത്രയും കുറച്ച് ഭാഗത്ത് മാത്രമായിരുന്നു കഴിഞ്ഞിട്ടുള്ളത്. അതിലൂടെയാണ് വാഹനങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ഇവിടെ ഇതാ വീണ്ടും അവര് വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സോയിൽ നീലിങ്ങിന്റെ വർക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രില്ലിംഗ് ഒക്കെ ചെയ്യുന്ന കാണാം നമുക്ക്. ഈ ഭാഗത്ത് ഒരു ഉറപ്പ് കുറഞ്ഞ മണ്ണായതുകൊണ്ടാണ് ഇവിടെ സോയിൽ നീലിംഗ് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിന്റെ ശേഷമാണ് ഇവിടെ വർക്കുകളൊക്കെ നിർത്തിപ്പോയത്. അപ്പൊ ഇവിടെ വീണ്ടും ഇതാ വേറെ ഒരു ഭാഗത്ത് ഡ്രില്ലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ കാണാം ഇത്രയും ഭാഗത്താണ് പാറകൾ ഉള്ളത്. ഈ പാറയുള്ള ഭാഗത്ത് പ്രശ്നങ്ങളൊന്നുമില്ല, സോയിൽ നീലിംഗ് ചെയ്യാം. പക്ഷെ അവിടെ കുറച്ച് ഭാഗത്തൊക്കെ മണ്ണ് ചെവിടി മണ്ണാണ്. ആ ഭാഗത്താണ് ഇപ്പോൾ വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ വർക്ക് ആവശ്യമായിട്ടുള്ള ഇറ്റാച്ചികളൊക്കെ കാണുന്നുണ്ട്. എന്താണ് എങ്ങനെയാണ് വർക്കുകൾ ചെയ്യുന്നത് അറിയില്ല. മണ്ണ് കുറെ എടുത്തു മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ റോട്ടിലാണ് കുറെ ഭാഗം അടച്ചു വെച്ചിരിക്കണേ. ഇതുപോലെ നമ്മുടെ കോഴിക്കോട് മലാപ്പറമ്പ് ഭാഗത്തൊക്കെ വാഹനങ്ങൾ ഒരു സൈഡിലൂടെ ഇന്ന് കടത്തി വിട്ടിന്റെ അവിടെ അതുപോലുള്ളൊരു ഭാഗം തന്നെയാണ് ഇവിടെയും. സർവീസ് റോഡിന്റെ ഭാഗം ഇല്ലാത്തൊരു ഭാഗമാണ് ഇവിടെ. ഇനി എന്താണെന്ന് അറിയില്ല. സർവീസ് റോഡ് ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇനി ഇവിടെ എങ്ങനെയായിരിക്കും എന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. എപ്പോഴും ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല. ഇതിന്റെ മുൻവശത്ത് ആ കാണുന്ന ഭാഗത്ത് അവിടം വരെ ഏകദേശം ആ കാണുന്ന ഭാഗം വരെയൊക്കെ കോൺക്രീറ്റ് വാൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ഇങ്ങോട്ടും കോൺക്രീറ്റ് വാൾ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ഇവിടെയൊക്കെ നമുക്ക് ഇതുപോലുള്ള ഒരു സർവീസ് റോഡ് കിട്ടിയ കമ്പനി അതിന് തയ്യാറാവുന്നില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോൺക്രീറ്റ് വാൾ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ്. ഇതുപോലെയാണ് കോഴിക്കോട് ഞാൻ പറഞ്ഞ മലാപ്പറമ്പ് ഭാഗത്തൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഡ്രില്ലിങ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് വട്ടപ്പാറ ഭാഗത്ത് വർക്ക് നടക്കുന്നു. നല്ല ഉൾവശത്തേക്ക് വലിയ ഡ്രില്ല് ചെയ്ത് കമ്പികൾ കടത്തിവിടാനുള്ള വർക്കാണ് തുടങ്ങിയിട്ടുള്ളത്. ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ ഈ ഭാഗത്തൊക്കെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ആ ഭാഗത്തൊന്നും ഇനി വർക്കുകളൊന്നുമില്ല. ഈ ഭാഗത്ത് മാത്രം കുറച്ച് ഭാഗത്ത് മാത്രമാണ് വർക്കുകൾ ഉള്ളത്. അപ്പൊ ഇനി എന്തായിരിക്കുന്നത് നമുക്ക് വരും ദിവസങ്ങളിലൊക്കെ കാണാം വർക്കുകൾ എങ്ങനെയാണെന്ന്. ഇവിടെ കുറച്ച് ഭാഗത്ത് മാത്രമാണ് ഇനി ടാറിങ് ഒക്കെ ചെയ്യാനുള്ളത്. അവിടുന്ന് അങ്ങോട്ട് ഡ്രെയിനേജ് വർക്ക് പോലും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഉണ്ട്. അപ്പൊ ഒരു ട്രാക്കിലൂടെ മാത്രമാണ് വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത്. കാരണം നമുക്ക് ഒറ്റ ട്രാക്ക് മാത്രമാണ് ഇപ്പോൾ വിട്ടിട്ടുള്ളത്. അപ്പൊ ഇതുവഴി യാത്ര ചെയ്യുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ വീണ്ടും കാണാം.